ഇറാനിൽ കഴിഞ്ഞ മാസം അവസാനത്തോടെ ആരംഭിച്ച പ്രക്ഷോഭങ്ങളുടെ മൂല കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയായിരുന്നു. തകരുന്ന ഇറാൻ റിയാൽ, കുതിച്ചുയരുന്ന ജീവിതച്ചെലവ്, അങ്ങനെ എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയ ജനം തെരുവിലേക്കിറങ്ങി. പതിയെ ആ പ്രക്ഷോഭം ഭരണകൂടത്തിനെതിരായ ഒന്നായി മാറുകയും ചെയ്തു. തുടക്കം മുതൽ ഇറാനിൽ സൈനിക ഇടപെടലിന്റെ സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തുണ്ടായിരുന്നു. പ്രതിഷേധക്കാരെ സഹായിക്കണമെന്ന നിഷ്കളങ്ക ചിന്തയാണ് അതിന് പിന്നിലെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. എന്നാൽ ഇറാൻ എന്ന രാജ്യത്തെ ഇത്തരം ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളിവിട്ടത് ആരാണ്? ഇപ്പോൾ പിന്തുണച്ചെത്തുന്ന അമേരിക്കയ്ക്ക് അതിലുള്ള പങ്ക് എന്താണ്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ശരിക്കും ആരാണ് ഇറാനിലെ ജനങ്ങളുടെ സാമ്പത്തികമായ ദുരിതങ്ങൾക്ക് പ്രധാന കാരണക്കാർ? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: അമേരിക്ക. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇറാൻ സ്വാതന്ത്ര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. സഹായിക്കാൻ US തയ്യാറാണ് എന്നായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. പ്രതിഷേധം തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ദിവസം വരെ ട്രംപ് നടത്തിയ പ്രതികരണങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലായിരുന്നു. ഇറാനിലെ എല്ലാ കുഴപ്പങ്ങൾക്കും, സാമ്പത്തികം ഉൾപ്പെടെ എല്ലാത്തിനും കാരണക്കാർ ഇറാനിലെ ഭരണകൂടം മാത്രമാണെന്ന പ്രതീതി സൃഷ്ടിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അതിന് കുടപിടിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി അന്താരാഷ്ട്ര സംഘടനകളും ഒപ്പമുണ്ടായിരുന്നു. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ കർശനമാക്കിയവ ഉൾപ്പെടെ ഇറാനെതിരെ പതിറ്റാണ്ടുകളായി US നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ ആ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. ലോകത്തെ ഏറ്റവും ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ആയത്തുള്ള റൂഹുല്ല ഖാംനെയി അധികാരത്തിലെത്തിയതോടെയാണ് ഈ ഉപരോധങ്ങൾ ആരംഭിക്കുന്നത്. ഏകാധിപത്യ ഷാ ഭരണകൂടത്തെ പുറത്താക്കി റഫറൻഡത്തിലൂടെ അധികാരത്തിൽ വന്നതെങ്കിലും 1979 നവംബറിൽ അമേരിക്ക ഇറാനെതിരെ ആദ്യ ഉപരോധം ഏർപ്പെടുത്തി. ഇറാനിലെ വിദ്യാർത്ഥി സമൂഹം ടെഹ്റാനിലെ എംബസി ആക്രമിച്ച് അമേരിക്കക്കാരെ ബന്ദികളാക്കിയതിനെ തുടർന്നായിരുന്നു ആ നീക്കം. 1979 തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും അമേരിക്ക നിർത്തിവെച്ചു. ഒപ്പം $1200 കോടി ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക. ഇതിനെല്ലാം പ്രധാന കാരണം ഇറാനിലെ ഭരണകൂടത്തോടുള്ള വിരോധമായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന മുഹമ്മദ് റസ പഹ്ലവി എന്ന ഭരണാധികാരി അമേരിക്കയുടെ കളിപ്പാവയായിരുന്നെങ്കിൽ ഖാംനെയി ഭരണകൂടം അങ്ങനെ ആയിരുന്നില്ല. അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ അവർ നഖശികാന്തം എതിർത്തിരുന്നു. 1995 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇറാനിലെ എണ്ണ വ്യവസായത്തിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്നും ഇറാനുമായുള്ള വ്യാപാരം തുടരുന്നതിൽ നിന്നും അമേരിക്കൻ കമ്പനികളെ വിലക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇറാന്റെ ഊർജ്ജ മേഖലയിൽ പ്രതിവർഷം $20 മില്യൺ കൂടുതൽ നിക്ഷേപം നടത്തുന്ന വിദേശ സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്താനുള്ള നിയമവും US കോൺഗ്രസ് അന്ന് പാസാക്കി. 2006 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇറാന്റെ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും സാങ്കേതിക വിദ്യയുടെയും വ്യാപാരത്തിനും ഉപരോധം ഏർപ്പെടുത്തി. ഒപ്പം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെയും കമ്പനികളുടെയും ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവശേഷിയെ പരിമിതപ്പെടുത്താനായിരുന്നു ആ ശ്രമങ്ങൾ. എന്നാൽ 2015 US, യൂറോപ്യൻ യൂണിയൻ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം എന്നിവരുമായി ഇറാൻ JCPOA എന്ന ആണവ കരാറിൽ ഒപ്പുവെച്ചതോടെ ഉപരോധങ്ങൾ ഒരു പരിധിവരെ ഒഴിവായിരുന്നു. ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിരോധിച്ച കരാർ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിന് പകരമായി ഊർജ്ജ ഉൽപാദനത്തിനായി ആണവ സാങ്കേതിക വിദ്യയുടെ സമാധാനപരമായ വികസനം മാത്രം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ തവണ അധികാരത്തിലെത്തിയ ട്രംപ് 2018 ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി. കൂടാതെ ഉപരോധങ്ങളെല്ലാം വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു. 2019 ഇറാന്റെ എലീറ്റ് സേനയായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിനെ വിദേശ ഭീകരവാദ സംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ട്രംപ് പെട്രോ കെമിക്കൽസ്, മെറ്റലുകൾ എന്നിവയെല്ലാം ഉപരോധത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു ട്രംപിന്റെ ആ നീക്കങ്ങളെല്ലാം. ജോ ബൈഡൻ അധികാരത്തിലെത്തിയപ്പോഴും അതിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് ആണവ കരാറിന് വേണ്ടി ശ്രമം നടത്തിയെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണം ചർച്ചകളെല്ലാം അട്ടിമറിച്ചു. 12 നാൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ അമേരിക്ക പോലും പങ്കാളിയാവുകയും ചെയ്തു. പിന്നാലെ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറാൻ ആണവ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് UN ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ ഉപരോധങ്ങളാണ് ശരിക്കും ഇറാന്റെ സാമ്പത്തിക രംഗത്തെ അടിമുടി തകർത്തെറിഞ്ഞത്. ഇറാനിൽ മിഡിൽ ക്ലാസ് എന്ന വിഭാഗം പോലും ഗണ്യമായി ചുരുങ്ങി. 1979 മുതലുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധങ്ങൾ 38 ദശലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഉപരോധങ്ങൾ ഇറാനിലെ മരുന്നുകളുടെ ഇറക്കുമതിയെ പോലും തടസ്സപ്പെടുത്തി. ഇത് അപസ്മാരത്തിന്റെ മരുന്നുകൾ പോലുള്ള ചില അവശ്യ മരുന്നുകളുടെ വില 300% വരെ വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്തു. ഇറാന് മേലുള്ള ഉപരോധങ്ങളുടെ ഏറ്റവും പ്രകടമായ ഇരകളിലൊന്ന് അവരുടെ വ്യോമയാന മേഖലയായിരുന്നു.
1979 ഉപരോധങ്ങൾക്ക് ശേഷം സർക്കാരിന് പുതിയ വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. 1980കളിലും 90കളിലും 2000ങ്ങളുടെ തുടക്കത്തിലും ഇറാനിലുണ്ടായ വലിയ വിമാനാപകടങ്ങളുടെ എല്ലാം പ്രധാന കാരണവും അത് തന്നെയായിരുന്നു. 79നും 2023നും ഇടയിൽ രാജ്യത്ത് വിമാനാപകടങ്ങളിൽ 2000-ലധികം ആളുകൾ മരിച്ചുവെന്നാണ് കണക്ക്. പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യമില്ലാത്ത ഏക പരമാധികാര ഗൾഫ് രാജ്യമാണ് ഇറാൻ. ഒപ്പം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വാധീനത്തെ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു സൈനിക ശക്തിയും. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ തകർച്ച അമേരിക്കയ്ക്ക് അതിപ്രധാനവുമാണ്.